ബോധിയുടെ ഫിസിക്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ നേരെ നമ്മുടെ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നാണ്. എന്താണ്? ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ. എന്താണ്? ചലന സമവാക്യങ്ങൾ എന്നാണ് നമ്മുടെ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ. നമ്മൾ 8ാം ക്ലാസ്സിൽ ഓൾറെഡി മോഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. നമുക്കപ്പോൾ ചലനത്തെ പറ്റിയും കുറെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞായിരുന്നു. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, ആക്സിലറേഷൻ, നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആ ചാപ്റ്ററിന്റെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ നമുക്ക് 9ാം ക്ലാസ്സിലുള്ള രണ്ടാമത്തെ പാഠമാണ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇതിന് നേർ തുടർച്ചയാണ് നമ്മുടെ 3ാമത്തെ പാഠം ലോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാഠം ഏതാണ്? ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ. നമ്മൾ 8ാം ക്ലാസ്സിൽ പരിചയപ്പെട്ട നമുക്ക് ഫെമിലിയർ ആയ കുറെ ആൾക്കാർ ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ശ്രദ്ധിക്കുക, എപ്പോഴാണ് നമ്മൾ ഒരു വസ്തു ചലിച്ചു എന്ന് പറയുന്നത്? നോക്കുക, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മാർക്കർ, ഇവന്റെ അവസ്ഥ ഇപ്പോൾ നിശ്ചലമാണ്, പക്ഷെ ഈ അവസ്ഥയിൽ അവൻ ചലിക്കുന്നു എന്ന് എനിക്ക് പറയേണ്ടി വരും. അപ്പോൾ എന്താണ് ചലനം? ചലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട് കാലക്രമേണ ഒരു വസ്തുവിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ സ്ഥാനം മാറുമ്പോൾ ആ വസ്തു ചലിച്ചു എന്നെനിക്ക് പറയാം. എന്താണ്? ദ ചേഞ്ചിങ് പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് ടൈം. എന്താണ്? ചേഞ്ചിങ് പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിന്റെ പൊസിഷൻ മാറുമ്പോഴാണ് ആ വസ്തു ചലിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ എന്താണ്? നമ്മുടെ ടൈം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് മാറുന്നു? ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷനും മാറുന്നു. അപ്പോഴാണ് ആ വസ്തു നമുക്ക് ചലിച്ചു എന്ന് പറയാൻ സാധിക്കുക. എന്താണ്? ചേഞ്ചിങ് പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് ടൈം. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മൾ കൂടെ പഠിച്ചായിരുന്നു മറ്റൊരു വാക്ക് ഡിസ്റ്റൻസ്. അപ്പൊ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കുറെ വസ്തുക്കൾ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ് വീണ്ടും. ഒന്നാമതായി പഠിച്ചായിരുന്നു ഡിസ്റ്റൻസ്. എന്തായിരുന്നു ഡിസ്റ്റൻസ്? നമ്മൾ സഞ്ചരിച്ച പാതയുടെ ആകെ നീളത്തെ വിളിക്കുന്ന പേരാണ് അകലം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. എന്താണ്? സഞ്ചരിച്ച പാതയുടെ ഇപ്പൊ 2 പോയിന്റുകൾ എ മുതൽ ബി വരെ 2 പോയിന്റുകൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എ മുതൽ ബി വരെ എനിക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഞാൻ സ്വീകരിച്ചത് ഏത് പാതയാണോ ആ പാതയുടെ ആകെ നീളത്തെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലം. ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ എ ബോഡി. എന്താണ്? ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ എ ബോഡി. നമ്മൾ ഡിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ് ഏതിലാണ്? മീറ്ററിലാണ് നമ്മൾ ഡിസ്റ്റൻസ് അളക്കുന്നത്. രണ്ടാമതായി നമ്മൾ പഠിച്ചായിരുന്നു സ്പീഡ് അല്ലെങ്കിൽ വേഗത. എന്താണ്? സ്പീഡ് അല്ലെങ്കിൽ വേഗത. എന്താണ് വേഗത? നമുക്ക് പറയാം ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ആൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം, നമുക്ക് ടൈം എത്രയാണെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ പറയുന്നു ഒരു യൂണിറ്റ് ടൈമിൽ നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ആൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ നമ്മൾ സഞ്ചരിച്ച അകലത്തെ വിളിക്കുന്ന പേരാണ് വേഗത അല്ലെങ്കിൽ സ്പീഡ്. നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് സ്പീഡിന്റെ ഡെഫിനിഷൻ? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ആൻ, എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ആൻ യൂണിറ്റ് ടൈം. എന്താണ്? യൂണിറ്റ് ടൈം. സോ സ്പീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരിക്കും. എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരിക്കും. സോ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ബൈ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ആൻ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ യൂണിറ്റ് ടൈം. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആയ മീറ്ററും ടൈമിന്റെ യൂണിറ്റ് ആയ സെക്കൻഡും ചേർന്ന് നമുക്ക് പറയാം സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. മൂന്നാമതായി പഠിക്കുന്നു യൂണിഫോം സ്പീഡ്. എന്താണ്? യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ സമവേഗം. എന്താണ്?
നമ്മൾ പഠിച്ചായിരുന്നു സമവേഗവുമുണ്ട് അസമവേഗവുമുണ്ട്, യൂണിഫോം സ്പീഡുമുണ്ട് നോൺ യൂണിഫോം സ്പീഡുമുണ്ട്. എന്താണ് യൂണിഫോം സ്പീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് സഞ്ചരിക്കുമ്പോൾ 1 സെക്കൻഡിൽ 2 മീറ്റർ, 2 സെക്കൻഡിൽ 4 മീറ്റർ, 3 സെക്കൻഡിൽ 6 മീറ്റർ, 4 സെക്കൻഡിൽ 8 മീറ്റർ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഓരോ സെക്കൻഡിലും 1 സെക്കൻഡ് 2 സെക്കൻഡ് എന്ന് കൂടുന്നതനുസരിച്ച് അവന്റെ വേഗത 2 മീറ്റർ, 4 മീറ്റർ, 6 മീറ്റർ, കൃത്യം 2 മീറ്റർ വെച്ച് കൂടി വരികയാണെന്ന് വയ്ക്കുക. അപ്പോൾ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ സമവേഗം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ഇറ്റ് കവർ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി, അതായത് ഒരു ഡിസ്റ്റൻസ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബോഡി അത് കവർ ചെയ്യുന്നു. ഇറ്റ് കവർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ദ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. സഞ്ചരിക്കുന്ന ഒരു ബോഡി തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന ഒരു ബോഡി തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് സമവേഗം അല്ലെങ്കിൽ യൂണിഫോം സ്പീഡ്. The distance traveled by a body, it cover equal distance in the equal interval of time. It is known as uniform speed അല്ലെങ്കിൽ സമവേഗം. അടുത്ത നമ്മൾ പഠിക്കുന്നു, നാലാമതായി പഠിക്കുന്നു ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? നാലാമതായി പഠിക്കുന്നു ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പോയിന്റുകൾ, ഒരു പോയിന്റ് എയും അടുത്ത പോയിന്റ് ബിയും. എ എന്ന സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്നും അല്ലെങ്കിൽ എ എന്ന എന്റെ ആദ്യ പൊസിഷൻ, ഞാൻ യാത്ര തിരിക്കുന്ന പോയിന്റ് ആണ് എ, എന്റെ ആദ്യ പൊസിഷൻ, ഞാൻ നിൽക്കുന്ന ആദ്യ സ്ഥാനം. ഞാൻ യാത്ര അവസാനിപ്പിക്കുന്ന പോയിന്റ് ആണ് ബി, എന്റെ അന്ത്യസ്ഥാനം. ഞാൻ എവിടെ യാത്ര അവസാനിപ്പിക്കുന്നു അതാണ് എന്റെ ഫൈനൽ പൊസിഷൻ അല്ലെങ്കിൽ ബി. ഞാൻ എയിൽ നിന്ന് ഞാൻ ബിയിലേക്ക് ഒരു വഴിയിലൂടെ വന്നു, ഞാൻ നേരത്തെ ഒരു വഴിയിലൂടെ വന്നു. ആ പാതയ്ക്ക് ഞാൻ എക്സ് എന്ന പേര് കൊടുത്തു. ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് മറ്റൊരു പാതയിലൂടെ കർവ് രീതിയിൽ ഓടി വന്നു. ആ പാതയ്ക്ക് ഞാൻ വൈ എന്ന പേര് കൊടുത്തു. ഞാൻ എയിൽ നിന്ന് ബിയിൽ ഞാൻ ടിസ്റ്റ് ഞാൻ വളഞ്ഞു ഇങ്ങനെ ഓടി വന്ന് ഞാൻ ബിയിലേക്ക് എത്തി. അതിന് ഞാൻ ഇസഡ് എന്ന പേര് കൊടുത്തു. നോക്കുക, ഇവിടെ എ എന്ന് പറയുന്ന എന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്നും ബി എന്ന് പറയുന്ന എന്റെ ഫൈനൽ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി അല്ലെങ്കിൽ ഓടി എത്താൻ വേണ്ടി എനിക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണ്? ആ പാത എക്സ് എന്ന് പറയുന്ന പാതയല്ലേ? അത് മാത്രമല്ല, എക്സ് എന്ന് പറയുന്ന പാത ഒരു നേർരേഖാ പാത കൂടിയല്ലേ, ഒരു നേർരേഖാ ദൂരമല്ലേ? അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ബിന്ദുക്കൾക്കിടയിലുള്ള 2 പോയിന്റുകൾക്കിടയിലുള്ള ഏറ്റവും ചെറിയ നേർരേഖാ ദൂരത്തെ വിളിക്കുന്ന പേരാണ് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് സ്ഥാനാന്തരം എന്ന് പറയാം. എന്ത് പറയാം? നമുക്ക് സ്ഥാനാന്തരം എന്ന് പറയാം. ആദ്യ സ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള ഏറ്റവും ചെറിയ നേർരേഖാ ദൂരത്തെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് പറയാം, displacement is a straight line distance. Displacement is a straight line distance from the initial position. എന്താണ്? From the initial position to final position. From the initial position to ഫൈനൽ പൊസിഷൻ. അപ്പോൾ ആദ്യ സ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള നേർരേഖാ ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. ഓക്കെ ആണ്. അടുത്തതായി പഠിക്കുന്നു, അഞ്ചാമതായി പഠിക്കുന്നു വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. വെലോസിറ്റി അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രവേഗം. നോക്കുക, എങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു യൂണിറ്റ് സമയത്ത് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസിനെ വേഗത എന്ന് വിളിക്കുന്നു എങ്കിൽ, ശ്രദ്ധിക്കുക, ഒരു യൂണിറ്റ് ടൈമിൽ സഞ്ചരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി. ഓർക്കുക, ഒരു യൂണിറ്റ് സമയത്ത് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് വേഗത എങ്കിൽ ഒരു യൂണിറ്റ് സമയത്ത് സഞ്ചരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. അപ്പോൾ എന്താണ് വെലോസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ ആൻ യൂണിറ്റ് ടൈം. ദ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ എ ബോഡി ബൈ ആൻ യൂണിറ്റ് ടൈം. സോ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ മറ്റൊന്നുമില്ല, വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വെലോസിറ്റി ബൈ എന്തായിരിക്കും? വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയിരിക്കും. എന്തായിരിക്കും?
ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെങ്കിൽ ഓർക്കുക ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ അളക്കുന്ന യൂണിറ്റ് മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് അളക്കുന്ന യൂണിറ്റ് മീറ്റർ ആണ്, ഡിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ് മീറ്റർ ആണ്. നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ ക്യാപിറ്റൽ ലെറ്റർ എസ് എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റിനെ ക്യാപിറ്റൽ ലെറ്റർ എസ് എന്ന അക്ഷരം കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി എന്താണ്? ദ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ ആൻ യൂണിറ്റ് ടൈം. ഇറ്റ് ഈസ് നോൺ ആസ് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. ഒരു യൂണിറ്റ് സമയത്ത് ഉണ്ടായ സ്ഥാനാന്തരത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രവേഗം എന്ന് വിളിക്കുന്നു. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് അളക്കുന്ന യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റിയുടെയും സ്പീഡിന്റെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓർക്കുക, വെലോസിറ്റിയുടെയും സ്പീഡിന്റെയും യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. തെറ്റിപ്പോകരുത്, രണ്ടിന്റെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അടുത്തതായി പഠിക്കുന്നു യൂണിഫോം വെലോസിറ്റി. എന്താണ് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം? നമ്മൾ സമവേഗം പഠിച്ചായിരുന്നു. എന്താണ് സമവേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുല്യ സമയത്ത് തുല്യ ദൂരം, ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ സമവേഗം എന്ന് വിളിക്കുന്നുവെങ്കിൽ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഒരേ ഡയറക്ഷനിൽ ഡയറക്ഷൻ മാറാതെ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ തുല്യ സമയത്ത് ദിശ മാറാതെ തുല്യ സ്ഥാനാന്തരം സഞ്ചരിക്കുന്നുവെങ്കിൽ നമുക്ക് പറയാം ആ ബോഡി സമപ്രവേഗത്തിലാണ് അല്ലെങ്കിൽ ആ ബോഡി യൂണിഫോം വെലോസിറ്റിയിലാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് യൂണിഫോം വെലോസിറ്റി? ഒരു വസ്തു എന്താണ് ഒരേ ദിശയിൽ തുല്യ സമയത്ത് തുല്യ സ്ഥാനാന്തരമാണ് ഒരു വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ആ വസ്തു സമപ്രവേഗത്തിലാണ് എന്ന് പറയാം. എന്താണ്? അപ്പൊ നോക്കുക, യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എ ബോഡി കവർ എന്താണ്? ഇഫ് എ ബോഡി കവർ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇഫ് എ ബോഡി കവർ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇൻ ദ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. തുല്യ സമയത്ത് ഒരേ ദിശയിൽ തുല്യ സ്ഥാനാന്തരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായി പറയാം ആ ബോഡി യൂണിഫോം വെലോസിറ്റിയിലാണ് അല്ലെങ്കിൽ ആ ബോഡി സമപ്രവേഗത്തിലാണ് എന്ന് നമുക്ക് പറയാം. എങ്കിൽ അടുത്ത നമ്മൾ പഠിക്കുന്നു ആക്സിലറേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ പറയാം ത്വരണം. എന്താണ് ആക്സിലറേഷൻ അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം ത്വരണം. ഈ പ്രവേഗം നമ്മൾ പഠിച്ച വെലോസിറ്റി, ആ പ്രവേഗ വ്യത്യാസത്തിന്റെ നിരക്ക്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, പ്രവേഗ വ്യത്യാസത്തിന്റെ നിരക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. ഓർക്കുക, പ്രവേഗ വ്യത്യാസത്തിന്റെ നിരക്കിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. നമുക്കറിയാം ആക്സിലറേഷൻ നമ്മൾ ചെറിയ അക്ഷരം എ കൊണ്ട് കാണിക്കുന്നു. ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. ഓർക്കുക, ആക്സിലറേഷന്റെ യൂണിറ്റ് ഓർക്കുക, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആയിരിക്കും. അപ്പോൾ ആക്സിലറേഷന്റെ യൂണിറ്റ് ഉണ്ടാകും. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിവൈഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ സെക്കൻഡ്. അപ്പോൾ ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ എന്താണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. തെറ്റിപ്പോകരുത്. സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡും ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആയിരിക്കും. മാറിപ്പോകരുത്, ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് ആക്സിലറേഷൻ? നമ്മൾ പറഞ്ഞിരുന്നു ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. നമുക്കറിയാം പ്രവേഗ വ്യത്യാസത്തിന് നിരക്കിനെയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് പോയിന്റുകൾ, ഒരു പോയിന്റ് എയും അടുത്ത പോയിന്റ് ബിയും. എനിക്ക് എ മുതൽ ബി വരെ സഞ്ചരിക്കണം. ഞാൻ എന്റെ യാത്ര തുടങ്ങുമ്പോൾ എന്റെ പ്രവേഗം 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഞാൻ എന്റെ യാത്ര തുടങ്ങി, സമയം 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, സമയം കൂടുന്നതനുസരിച്ച് എന്റെ പ്രവേഗം ചിലപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡ് ആവാം,
ചിലപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് ആകാം, ചിലപ്പോൾ അത് കുറഞ്ഞ 3 മീറ്റർ പെർ സെക്കൻഡ് ആകാം. അങ്ങനെ എന്റെ പ്രവേഗത്തിൽ ഞാൻ എയിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് എന്റെ പ്രവേഗം ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഞാനിവിടെ എന്റെ യാത്ര തുടങ്ങുന്ന സമയത്ത് ഉണ്ടായ പ്രവേഗത്തെ ഞാൻ ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നു. എന്താണ്? ഞാൻ എന്റെ യാത്ര തുടങ്ങിയ സമയത്ത് എനിക്കിപ്പോ എ മുതൽ ബി വരെ സഞ്ചരിക്കാൻ വേണ്ടി 5 മിനിറ്റ് വേണമെന്ന് ഓർക്കുക. 5 മിനിറ്റാണ് എനിക്ക് എ മുതൽ ബി വരെ വരാൻ വേണ്ടി സമയം. ഈ 5 മിനിറ്റിനിടയ്ക്ക് ഞാൻ എപ്പോഴും എന്റെ യാത്ര തുടങ്ങുന്നത് 0 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിലായിരിക്കും. ഞാൻ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്റെ വേഗത കൂടാം, ചിലപ്പോൾ ഇത് കുറയാം, ചിലപ്പോൾ എന്റെ പ്രവേഗം 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൂടാം, 11 ആകാം, 12 ആകാം, ചിലപ്പോൾ കുറഞ്ഞ 8 മീറ്റർ പെർ സെക്കൻഡ് ആകാം. അപ്പോൾ അങ്ങനെ സഞ്ചരിച്ചായിരിക്കും ഞാൻ എയിൽ നിന്നും ബിയിലേക്ക് എത്തുക. അപ്പോൾ ഞാൻ എന്റെ യാത്ര തുടങ്ങിയ സമയത്തുള്ള എന്റെ പ്രവേഗത്തെ ആദ്യ പ്രവേഗം അല്ലെങ്കിൽ അതിനെ ഇനിഷ്യൽ വെലോസിറ്റി ഞാൻ അതിനെ യു എന്ന അക്ഷരം കൊണ്ട് കാണിക്കുന്നു. ആദ്യ പ്രവേഗം. ഞാൻ എന്റെ യാത്ര അവസാനിപ്പിക്കുമ്പോൾ എന്റെ പ്രവേഗം ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. വ്യത്യാസപ്പെട്ട് ഞാൻ എന്റെ യാത്ര അവസാനിപ്പിച്ചപ്പോൾ എനിക്കുണ്ടായ പ്രവേഗം ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അതിനെ വി എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അതിനെ വി എന്ന് വിളിക്കാം. എനിക്ക് എന്റെ യാത്ര തുടങ്ങി യാത്ര അവസാനിപ്പിക്കാൻ വേണ്ടി വന്ന ടൈം, ആ ടൈമിനെ എനിക്ക് ടൈം ടി എന്ന് തന്നെ എനിക്ക് കൺസിഡർ ചെയ്യാം. ടൈം അല്ലെങ്കിൽ അതിനെ ടി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ഈ പ്രവേഗ വ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ യാത്ര തുടങ്ങി യാത്ര അവസാനിപ്പിച്ച സമയത്ത് എനിക്കുണ്ടായ പ്രവേഗത്തിന്റെ വ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ അത് അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗമായിരിക്കും. അപ്പോൾ എനിക്കറിയാം ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ എന്തായിരിക്കും? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ എന്തായിരിക്കും? ടൈം ആയിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണെന്ന് വെച്ചാൽ എത്ര പറയാം? അത് ഫൈനൽ വെലോസിറ്റി മൈനസ് എന്താണ്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. സോ A ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി നമ്മൾ ഏത് അക്ഷരങ്ങൾ ഡിനോട്ട് ചെയ്യുന്നു? നമ്മൾ v കൊണ്ട് കാണിക്കുന്നു. മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ആണെങ്കിലോ അത് u ആയിരിക്കും ഡിവൈഡ് ബൈ എന്ത്? ടൈം. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ A ഈസ് ഈക്വൽ ടു v മൈനസ് u ബൈ t ആയിരിക്കും. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ എന്തായിരിക്കും? ടൈം ആയിരിക്കും. ഓർക്കുക, ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. അതോടൊപ്പം നമ്മൾ പരിചയപ്പെട്ട രണ്ട് ആൾക്കാർ, 8ാം ക്ലാസ്സിൽ പരിചയപ്പെട്ട ആൾക്കാരാണ്. നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പ്രസ്താവിക്കാൻ വേണ്ടി 2 ആൾക്കാരെ പറയുന്നുണ്ട്. ഒന്ന് സ്കെയിലാർ ക്വാണ്ടിറ്റീസും ഒന്ന് വെക്റ്റാർ ക്വാണ്ടിറ്റീസും. സദിശ അളവുകളും അദിശ അളവുകളും. ഓർക്കുക, ഒന്ന് വെക്റ്റാർ ക്വാണ്ടിറ്റി സദിശ അളവുകൾ, 2 സ്കെയിലാർ ക്വാണ്ടിറ്റി എന്താണ്? അദിശ അളവുകൾ. ഓർക്കുക, നമ്മൾ ചില അളവുകൾ, ചില ഭൗതിക അളവുകൾ പ്രസ്താവിക്കുന്ന സമയത്ത് അളവുകളുടെ കൂടെ ദിശയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം അളവുകളെ വിളിക്കുന്ന പേരാണ് സദിശ അളവുകൾ. ഓർക്കുക, ചില ഭൗതിക അളവുകൾ പ്രസ്താവിക്കുമ്പോൾ പരിമാണത്തിന്റെ കൂടെ ദിശ കൂടി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ അത്തരം അളവുകളെ വിളിക്കുന്ന പേരാണ് വെക്റ്റാർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സദിശ അളവുകൾ. സം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് direction. എന്താണ്? some physical quantities are having and some physical quantities are indicate magnitude and direction. It is known as vector quantity അല്ലെങ്കിൽ സദിശ അളവുകൾ. ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഇപ്പം കടയിൽ പോയി 1 കിലോ സാധനം വാങ്ങിച്ചു, ആ 1 കിലോയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി, ഞാനിപ്പോൾ ഈ സ്ഥലം മുതൽ ആ സ്ഥലം, ഞാനിപ്പോൾ എയിൽ നിന്ന് ബി വരെ സഞ്ചരിച്ചു, എ മുതൽ ബി വരെ 10 മീറ്റർ ഉണ്ടെങ്കിൽ അവിടെ ആ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആയിരിക്കും. ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ദിശയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് വെക്റ്റർ ക്വാണ്ടിറ്റി. അതിനെ സദിശ അളവുകൾ എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾ പറയാം, നമുക്ക് എന്തൊക്കെ പറയാം? ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആണ്. എങ്കിൽ ചില അളവുകൾ പ്രസ്താവിക്കുമ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ്, നമ്മൾ അളവ്, നമ്മൾ പരിമാണം പറഞ്ഞാലും നമ്മൾ ദിശ പറയാറില്ല. നമ്മൾ എന്ത് പറയാറില്ല? നമ്മൾ ദിശ പറയാറില്ല. അത്തരം അളവുകളെ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ അദിശ അളവുകൾ. Some physical quantities are having
ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് നോട്ട് ഇൻഡിക്കേറ്റഡ്. അത്തരം അളവുകളെ വിളിക്കുന്ന പേരാണ് സ്കെയിലർ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ അദിശ അളവുകൾ എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ പറയാൻ ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ്. എന്തൊക്കെയാണ് ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ് ഒക്കെ എന്താണ്? ഇതൊക്കെ സ്കെയിലർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക്, നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ നോക്കുക, ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്ന ശേഷം നമ്മുടെ ക്ലാസ്സിലെ ഒരു 4 കുട്ടികളെയും അവരുടെ വെയിറ്റും ഒന്ന് ടേബിൾ ആക്കാൻ പറഞ്ഞു. അപ്പോൾ 4 കുട്ടികളുടെ പേര് നമുക്ക് ആദ്യം നെയിം ഓഫ് ദ സ്റ്റുഡന്റ് ടേബിൾ ആയിട്ട് വരയ്ക്കാം. നെയിം ഓഫ് ദ സ്റ്റുഡന്റ്, അടുത്ത കൂട്ടത്തിൽ വെയിറ്റ് എന്ന് വെറുതെ എഴുതാം. ശ്രദ്ധിക്കുക, ആദ്യത്തെ കുട്ടിയുടെ പേര് എ, അടുത്ത ആള് ബി, അടുത്ത ആൾ സി, അടുത്ത ആള് ഡി. ഇപ്പൊ എയുടെ വെയിറ്റ് ഒരു 20 കിലോ, ബിയുടെ 25, സിയുടെ 30, ഡിയുടെ 35. അതിന് നമ്മളൊരു ടേബിൾ ആക്കി വരച്ചു. ഇത്തരത്തിൽ അളവുകൾ എഴുതുന്നതിനെ ടാബുലാർ റെപ്രസെന്റേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ആ ടാബുലാർ റെപ്രസെന്റേഷൻ എന്നാണ് പറയുന്നത്. കാരണം ടേബിൾ വരച്ചെഴുതി. എങ്കിൽ അതേ അധ്യാപകൻ പറഞ്ഞു, ഈ ടാബുലാർ റെപ്രസെന്റേഷനെ നമുക്കൊരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടി കാണിക്കാൻ പറ്റുമോ? എന്തിന്റെ സഹായത്തോടു കൂടി? ഒരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടി കാണിക്കാൻ സാധിക്കുമോ? ഉറപ്പായിട്ടും സാധിക്കും. ഇത്തരം ടാബുലാർ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ കണക്കുകളെ അല്ലെങ്കിൽ മൂല്യങ്ങളെ ചിത്രത്തിന്റെ സഹായത്തോടു കൂടി പ്രസ്താവിക്കാൻ അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗ്രാഫ് പേപ്പർ. എന്താണ്? ഗ്രാഫ് പേപ്പർ. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഗ്രാഫ് പേപ്പർ അറിയാവുന്ന ആൾക്കാരാണ്. നമ്മൾ കുഞ്ഞിലെ മുതലേ ഗ്രാഫ് പേപ്പേഴ്സ് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ ഷേപ്പില്ലാത്ത ഒരു വസ്തുവിന്റെ ഏരിയ കാണാൻ വേണ്ടി 1ാമത്തെ പാഠത്തിൽ നമ്മൾ ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ചായിരുന്നു. നമ്മൾ അതിന് പകരം ഒരു ലീഫാണ്, ഒരു ഇലയാണ് എടുത്തതെന്ന് തോന്നുന്നു. ഒരു ഇല എടുത്തു വെച്ച ശേഷം ഗ്രാഫ് പേപ്പർ വെച്ച് ഇലയുടെ സ്കെച്ച് എടുത്തു. അതിനുശേഷം എന്താണ് A+B ഒരു ഇക്വേഷൻ ഒക്കെ എഴുതി നമ്മൾ എന്ത് കണ്ടുപിടിച്ചായിരുന്നു? ഇലയുടെ എന്ത് കണ്ടുപിടിച്ചു? ഏരിയ കണ്ടുപിടിച്ചായിരുന്നു. നമുക്കപ്പോൾ ഇവിടെ ഗ്രാഫ് പേപ്പറിനെ പരിചയപ്പെടാം. അപ്പൊ എന്താണ് ഗ്രാഫ് പേപ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ മൂല്യങ്ങളെ ഒരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടി കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗ്രാഫ് പേപ്പർ. പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വാല്യൂസ് ഇൻ ആൻ ഓർഗനൈസ്ഡ് മാനർ. എന്താണ്? അപ്പോൾ ചിത്രത്തിന്റെ സഹായത്തോടു കൂടി മൂല്യങ്ങളെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗ്രാഫ് പേപ്പർ എന്ന് പറയുന്നത്. എന്താണ്? ഗ്രാഫ് പേപ്പർ. അതോടൊപ്പം ഒരു ഗ്രാഫ് പേപ്പർ നമ്മൾ കാണിച്ചിരുന്നു, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more തിങ്സ്. ഓർക്കുക. അപ്പോൾ നമുക്ക് ഗ്രാഫ് പേപ്പറിലേക്ക് കിടക്കാം. നമുക്കറിയാം ഗ്രാഫ് പേപ്പറിൽ ഒരുപാട് കോളങ്ങളുള്ള ഒരു പേപ്പറാണ് നമ്മൾ ഗ്രാഫ് പേപ്പർ എന്ന് വിളിക്കുന്നത്. അതിൽ ഓരോ കോളത്തിന്റെയും നീളവും വീതിയും എന്ത് തന്നെയായിരിക്കും? ഓരോ കോളത്തിന്റെയും നീളവും വീതിയും 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള സ്ക്വയറുകളായിരിക്കും ഒരു ഗ്രാഫ് പേപ്പർ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 സെന്റിമീറ്റർ സ്ക്വയർ യൂണിറ്റ് ഏരിയ ഉള്ള ഒട്ടനേകം ചെറിയ കോളങ്ങൾ നിറഞ്ഞ ഒന്നാണ് ഗ്രാഫ് പേപ്പർ എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് പേപ്പറിന്റെ നീളവും വീതിയും 1 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ഓർക്കുക, അതിൽ ഓരോ 1 സെന്റിമീറ്ററേയും 10 മില്ലിമീറ്റർ കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു കോളത്തിന്റെ അകത്ത് അല്ലെങ്കിൽ സ്ക്വയറിന്റെ അകത്ത് 10 mm എന്നുണ്ടായിരിക്കും. 10 mm ആയി അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ all 1 centimeters are divided by 10 millimeter. എന്താണ്? all 1 centimeter divided by 10 millimeters. അപ്പോൾ നമ്മൾ ഗ്രാഫ് പേപ്പർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വാല്യൂസ്. എന്തിനു വേണ്ടി? പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വാല്യൂസ്. ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതൊരു ഗ്രാഫ് പേപ്പറാണ് സങ്കല്പിക്കുക. നമ്മൾ ആദ്യമായി അതിനകത്ത് തിരശ്ചീനമായി അല്ലെങ്കിൽ ഹൊറിസോണ്ടലായി ഒരു രേഖ വരയ്ക്കുന്നു. ഓക്കെ, ആ ഹൊറിസോണ്ടലായി വരച്ച രേഖയെ ക്രോസ് ഓവർ ചെയ്തുകൊണ്ട് വെർട്ടിക്കലായി നമ്മൾ മറ്റൊരു രേഖ വരയ്ക്കുന്നു. ഈ ഹൊറിസോണ്ടൽ രേഖയ്ക്ക് ഞാൻ എക്സ് എന്ന പേര് കൊടുക്കുന്നു. ഈ വെർട്ടിക്കൽ രേഖയ്ക്ക് ഞാൻ വൈ എന്ന പേര് കൊടുക്കുന്നു. അപ്പൊ തിരശ്ചീനമായ രേഖയുടെ പേര് എക്സ് എന്ന് കൊടുത്തു, ലംബ രേഖയുടെ പേര് എന്തെന്ന് കൊടുത്തു? വൈ എന്ന് കൊടുത്തു. ഞാൻ ഇവിടെ എക്സിനെയും വൈയെയും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എക്സിനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു,
വൈനെയും എന്ത് ചെയ്തു, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം ഇത് എക്സ് ആണ്. ഞാൻ ഈ ഭാഗത്തെയും എക്സ് എന്ന് തന്നെ എഴുതിയ ശേഷം എക്സിന്റെ മുകൾ ഭാഗത്ത് ഒരു കുഞ്ഞു വരയിട്ടു, അതിനെ വിളിച്ചു എക്സ് ഡാഷ് എന്ന് വിളിച്ചു. ഇത് വൈ ആണ്. ഞാൻ ഈ ഭാഗത്ത് വൈ എഴുതി, വൈയുടെ മുകളിൽ ഒരു കുഞ്ഞു വരയിട്ടു, ഞാൻ അതിനെ വിളിച്ചു വൈ ഡാഷ് എന്ന് വിളിച്ചു. ഈ എക്സും വൈയും എവിടെയാണോ ക്രോസ് ഓവർ ചെയ്തത്, അല്ലെങ്കിൽ എക്സും വൈയും എവിടെയാണോ കൂട്ടിമുട്ടിയത്, ആ രേഖയെ ഞാൻ ഒ എന്ന് വിളിച്ചു, പോലെ ഒറിജിൻ എന്ന് വിളിക്കാം. ഒരു ഗ്രാഫിന്റെ ഒറിജിൻ അല്ലെങ്കിൽ മൂലബിന്ദു എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ഗ്രാഫിന് രണ്ട് ആക്സിസുകളുണ്ട്. പഠിക്കുക, ഒരു ഗ്രാഫിന് രണ്ട് അക്ഷങ്ങളുണ്ട്. ഒന്ന് എക്സ് അക്ഷവും അടുത്തത് വൈ അക്ഷവും. അപ്പോൾ ഒരു ഗ്രാഫിന്റെ ഹൊറിസോണ്ടൽ ആക്സിസ് ആയിരിക്കും എക്സ് ആക്സിസ്. നമ്മൾ ഗ്രാഫിൽ തിരശ്ചീനമായി വരയ്ക്കുന്ന രേഖയാണ് എക്സ് അക്ഷം. ഒരു ഗ്രാഫിൽ വെർട്ടിക്കലായി അല്ലെങ്കിൽ ലംബമായി വരയ്ക്കുന്ന അക്ഷമാണ് വൈ അക്ഷം. അപ്പോൾ എന്താണ്, എ ഗ്രാഫ് ഹാസ് ടു ആക്സിസ്. ദ ഹൊറിസോണ്ടൽ ആക്സിസ് ഈസ് എക്സ് ആൻഡ് ദ വെർട്ടിക്കൽ ഈസ് വൈ. And the x and y are meet at the point O. The x and y are meet at the point O. O is the origin of the graph. O എന്ത് വിളിക്കുന്നു, ഒരു ഗ്രാഫിന്റെ ഒറിജിൻ എന്ന് വിളിക്കുന്നു. ശ്രദ്ധിക്കുക, ഞാൻ ഒരു ഗ്രാഫിന്റെ വാല്യൂസ് എഴുതുകയാണ്. ഇത് O ഞാൻ 0 എടുത്തു. 0 ആണ് എന്തായിരിക്കും, 1 2 3 4. ഞാൻ വൈയിലും എഴുതുന്നു 1 2 3 4. തിരിച്ചു നോക്കി, 4 3 2 1 0. അടുത്ത വാല്യൂ ഇതായിരിക്കും. ഇൻക്ലൂഡ് 0 എന്ത് ചെയ്യും, ഇൻറ്റീജർ സ്റ്റാർട്ട് ചെയ്യല്ലേ, -1 -2 -3. ഇവിടെയും അതേപോലെ അല്ലേ, 4 3 2 1 0. അടുത്ത വാല്യൂ ഇതായിരിക്കും, -1 -2 -3. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഗ്രാഫിൽ പോസിറ്റീവ് വാല്യൂസ് നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും, നെഗറ്റീവ് വാല്യൂസ് നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഗ്രാഫിന് രണ്ട് ആക്സിസുകളുണ്ട്, ഒന്ന് എക്സും ഒന്ന് വൈയും. ഹൊറിസോണ്ടലി എക്സ് ആൻഡ് വെർട്ടിക്കലി വൈ. എക്സ് ആൻഡ് വൈ ആർ മീറ്റ് അറ്റ് ദ പോയിന്റ് 0 അല്ലെങ്കിൽ O is the origin and O is the origin of the graph. അല്ലെങ്കിൽ ഓയെ ഒരു ഗ്രാഫിന്റെ മൂലബിന്ദു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, O x എപ്പോഴും പോസിറ്റീവ് വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. O y എപ്പോഴും എന്താണ്, O x എപ്പോഴും പോസിറ്റീവ് വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സെയിം ആസ് O y എന്തിനെ കാണിക്കുന്നു, O y പോസിറ്റീവ് വാല്യൂസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്കിൽ O x ഡാഷ് നെഗറ്റീവിനെ കാണിക്കുന്നു, O y ഡാഷ് എന്തിനെ കാണിക്കുന്നു, നെഗറ്റീവിനെ കാണിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം, O x and O y are represent the positive values ഒരു ഗ്രാഫിൽ. O x and O y are represent the positive values, and the O x dash and O y dash are represent the negative values. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഗ്രാഫിനെ പറ്റി പഠിക്കാനുള്ളത്. അറിയാം, ഒരു ഗ്രാഫ് ഒട്ടനേകം കളങ്ങളുള്ള ഒന്നിനെയാണ് ഗ്രാഫ് എന്ന് പറഞ്ഞത്. അതിൽ ഓരോ കോളത്തിന്റെയും ഏരിയ എന്ന് പറഞ്ഞത് 1 സെന്റിമീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കും. ആ ഓരോ 1 സെന്റിമീറ്ററേയും 10 മില്ലിമീറ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ രണ്ട് അക്ഷരങ്ങളുണ്ട്, ഒന്ന് എക്സും ഒന്ന് വൈയും. ഹൊറിസോണ്ടലിനെ എക്സ് എന്നും വെർട്ടിക്കലിനെ വൈ എന്നും പറയുന്നു. എക്സും വൈയും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ആ ഒറിജിൻ ഓഫ് ഗ്രാഫിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമുള്ള ഗ്രാഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ കുറച്ച് ഗ്രാഫുകളെ പരിചയപ്പെടാം. അതോടൊപ്പം മറ്റൊരു കാര്യമുണ്ട്, ഒരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രാഫിന് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്രാഫിന് പേര് എഴുതുമ്പോൾ നമ്മൾ വൈ ആക്സിസിൽ എന്തിനെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അതായിരിക്കണം ആദ്യം വരേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഞാൻ വൈ ആക്സിസിൽ വെലോസിറ്റിയെ കാണിക്കുന്നു, എക്സ് ആക്സിസിൽ ഞാൻ ടൈമിനെ കാണിക്കുന്നു. എങ്കിൽ ഈ ഗ്രാഫിൽ ഞാൻ കൊടുക്കേണ്ട പേര് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നായിരുന്നു. കാര്യം എന്താണ്, വൈ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്ന വെലോസിറ്റി അല്ലയോ. അപ്പൊ പേര് കൊടുക്കുന്ന സമയത്ത് വൈയിൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നോ അത് വേണം ആദ്യം കൊടുക്കാനായിട്ട്. ഞാൻ മറ്റൊരു ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫിൽ ഞാൻ എന്താണ്, വൈ ആക്സിസില് ഞാൻ വെയിറ്റ് എന്ന് കൊടുത്തു. ഞാൻ എക്സ് ആക്സിസിൽ എന്താണ്, നെയിം ഓഫ് സ്റ്റുഡൻസ് എന്ന് കൊടുത്തു. അപ്പൊ ഗ്രാഫിന്റെ പേര് എന്തായിരിക്കും, വെയിറ്റ് ആൻഡ് സ്റ്റുഡൻസ് നെയിം എന്താ ഗ്രാഫ്, അങ്ങനെ ഗ്രാഫിന്റെ പേര് വരുന്നത്. കാര്യം വൈയിൽ എന്താണോ കൊടുക്കുന്നത് അത് വേണം പേരിന്റെ ആദ്യമായിട്ട് വരാൻ. നമുക്കിനി ടെസ്റ്റിലെ പാഠപുസ്തകത്തിലെ കുറച്ച് ഗ്രാഫുകളെ പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിലെ ഒരു ഗ്രാഫ് ഉണ്ട്, ടേബിൾ 2.3. അതാണ് ടേബിൾ 2.3. ഒരു
വെലോസിറ്റി ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് അതാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ആദ്യമായി എന്ത് വരച്ചു? ഒരു എക്സ് ആക്സിസ് വരച്ചു. ശേഷം ഞാൻ എന്ത് വരച്ചു? വെർട്ടിക്കലായിട്ട് എന്ത് വരച്ചു? ഒരു വൈ ആക്സിസ് വരച്ചു. അപ്പൊ ഞാൻ എക്സും വൈയും വരച്ചു. ശ്രദ്ധിക്കുക, ഇത് എന്ത് ഗ്രാഫാണ്? ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. എന്ത് ഗ്രാഫാണ്? പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ നമ്മൾ വൈയിൽ ഏത് റെപ്രസെന്റ് ചെയ്യും? പേരെന്താണ്? പൊസിഷൻ. അപ്പൊ വൈയിൽ എന്തിനെ കൊടുക്കണം? കാരണം ഗ്രാഫിന്റെ പേര് എവിടെ തുടങ്ങുന്നു അതിനെ വേണം വൈയിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കൊടുക്കുന്നു വൈയിൽ പൊസിഷൻ എന്ന് കൊടുക്കാം. പൊസിഷൻ നമ്മൾ മീറ്ററിൽ പറയുന്നു, ടൈം നമ്മൾ സെക്കൻഡിൽ പറയുന്നു. പൊസിഷന്റെ യൂണിറ്റ് നമ്മൾ എന്തിൽ കൊടുക്കുന്നു? മീറ്ററിൽ കൊടുക്കുന്നു. എക്സ് എന്തിനെ കാണിക്കുന്നു? എക്സ് റെപ്രസെന്റ് ടൈം. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. എഴുതാം. 0 അവിടെ കൊടുത്തു. ടൈം എങ്ങനെയാണ് പോകുന്നത്? 1 2 3 4 5 6 എഴുതുന്നു. 1 2 3 4 5 6 1 2 3 4 5 6. പൊസിഷൻ എങ്ങനെയാണ്? 2 4 6 8 10 12. അത് കൊടുക്കാം ഇവിടെ. 2 4 6 8 10 12. 2 4 6 8 10 12. ഇനി എങ്ങനെയാണ് ഈ ഗ്രാഫ് വരയ്ക്കേണ്ടത്? ശ്രദ്ധിക്കുക, ഈ ഗ്രാഫ് നമുക്ക് ഒരുപാട് നൽകുകയും കുറയുകയും ഒരുപാട് വരകൾ ഇങ്ങനെ ഗ്രാഫിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഒരുപാട് ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും ഒരുപാട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ഇങ്ങനെ ഗ്രാഫിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഇതാണ് ഒരുപാട് കോളങ്ങളൊന്നാണ് എന്താ ഒരു ഗ്രാഫ് പേപ്പർ എന്ന് പറയുന്നത്. നോക്കുക, ടൈം 0, പൊസിഷൻ 0. ടൈം എത്രയാണ്? 0. പൊസിഷൻ എത്രയാ? അതും 0. ഓക്കെ ആണ്. നോക്കുക, ടൈം 1 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ എത്രയായി? 2 ആയി. നോക്കുക, ടൈം 1 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ എത്രയായി? 2 ആയി. ആ 1ൽ നിന്ന് പോണ വെർട്ടിക്കൽ ലൈനും 2ൽ നിന്ന് പോകുന്ന ഹൊറിസോണ്ടൽ ലൈനും എവിടെ മീറ്റിംഗ് നോക്കുക, അവിടെ ഒരു ഡോട്ട് ഇടുക. അവിടെ ഒരു ഡോട്ട് ഇടുക. വീണ്ടും ടൈം 2 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ എത്രയായി? പൊസിഷൻ 4 മീറ്റർ ആയി. നോക്കുക, ടൈം 2 സെക്കൻഡ് ആയി. അപ്പൊ പൊസിഷൻ എത്രയാണ്? 4 മീറ്റർ. 4ൽ നിന്ന് പോകുന്ന ഹൊറിസോണ്ടൽ ലൈനും 2ൽ നിന്ന് പോകുന്ന വെർട്ടിക്കൽ ലൈനും എവിടെ മീറ്റിംഗ് നോക്കുക. 2 ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. ഇവിടെ നോക്കുക 4. അവിടെയും നിൽക്കുക, അവിടെയും ഒരു ഡോട്ട് ഇടുക. ശേഷം 3 സെക്കൻഡ് സമയം ഇപ്പോൾ വസ്തുവിന്റെ പൊസിഷൻ 6 മീറ്റർ ആയി. 3 സെക്കൻഡ് സമയം വസ്തുവിന്റെ പൊസിഷൻ 6 മീറ്റർ. 3ൽ നിന്ന് പോകുന്ന വെർട്ടിക്കല് 6ൽ നിന്ന് വരുന്ന ഹൊറിസോണ്ടൽ ഇവിടെ മീറ്റ് ചെയ്യുന്നു. 4 സെക്കൻഡ് വസ്തുവിന്റെ പൊസിഷൻ 8 മീറ്റർ ആണ്. 4 8 ഇവിടെ മീറ്റ് ചെയ്യുന്നു. നേരെ വരയ്ക്കുന്നു. 5 സെക്കൻഡ് വസ്തുവിന്റെ പൊസിഷൻ 10 മീറ്റർ. 6 സെക്കൻഡ് വസ്തുവിന്റെ പൊസിഷൻ 12 മീറ്റർ. നമ്മളിട്ട് ഡോട്ടുകളെ ചേർത്തൊരു വരയങ്ങ് വരയ്ക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് ഈ ടാബുലർ റെപ്രസെന്റേഷന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആയ ഗ്രാഫ് എന്ന് പറയുന്നത്. കാര്യം നമുക്ക് ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്നത്. ഞാൻ ഈ വരയെ കുറച്ച് ഡാർക്കായിട്ട് വരയ്ക്കുകയാണത്. സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. എന്താണ്? ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. 6 സെക്കൻഡിൽ വസ്തുവിന്റെ പൊസിഷൻ എവിടെയാണ് നമുക്ക് ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. അപ്പൊ നമുക്ക് എന്താണ്? ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു വസ്തുവിന്റെ പൊസിഷൻ എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു പൊസിഷൻ ആൻഡ് ടൈം ഗ്രാഫ് നമുക്ക് ഉപയോഗിക്കാം. ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് എ പർട്ടിക്കുലർ ടൈം, അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമുക്കൊരു പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത്തരത്തിലാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ഒരു പ്രധാന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാല്യൂസ് യൂണിഫോം ആയിട്ടല്ലേ പോകുന്നത്. നോക്കി, ടൈം എപ്പോഴും ഈ വരയ്ക്കുക 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് മാറി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നോക്കി, പൊസിഷൻ നോക്കി, ഓരോ സെക്കൻഡിലും 2 മീറ്റർ വീതം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഈക്വൽ ടൈമില് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിലെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫ് എന്ത് ഗ്രാഫാണ്? ഈ ഗ്രാഫിൽ നമുക്ക് കിട്ടിയ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടിയത്. ഒരു പക്ഷേ ഈ വാല്യൂസ് യൂണിഫോം അല്ലായിരുന്നു എങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടില്ല. നമുക്ക് പാഠപുസ്തകത്തിലെ മറ്റൊരു ടേബിളിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, നമ്മുടെ പാഠപുസ്തകത്തിലെ ടേബിൾ 2.7 ശ്രദ്ധിക്കുക. ഒരു കാറിന്റെ സഞ്ചാരപാത, അതോടൊപ്പം എന്താണ്? ഒരു ടൈമും ഒരു പൊസിഷനും ഒരു ടേബിളും വരച്ചിട്ടുണ്ട്. ഒരു കാർ സഞ്ചരിക്കുന്ന പാതയാണ്. അപ്പോൾ 0 ടൈമിൽ ആ കാറിന്റെ പൊസിഷൻ 0 തന്നെയാണ്. 2 സെക്കൻഡിൽ കാറിന്റെ പൊസിഷൻ 5 മീറ്റർ ആണ്.
4 സെക്കൻഡിൽ കാറിന്റെ പൊസിഷൻ 20 മീറ്റർ ആണ്. 6 സെക്കൻഡിൽ കാറിന്റെ പൊസിഷൻ എത്രയാണ്? 26 മീറ്റർ ആണ്. 8 സെക്കൻഡിൽ കാറിന്റെ പൊസിഷൻ 44 മീറ്റർ ആണ്. എങ്കിൽ 10 സെക്കൻഡിൽ കാറിന്റെ പൊസിഷൻ 50 മീറ്റർ ആണ്. അപ്പോൾ ആ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാം. 2 സെക്കൻഡിൽ കാറിന്റെ ദൂരം 5 മീറ്റർ. 4 സെക്കൻഡിൽ കാർ സഞ്ചരിച്ച ദൂരം 20 മീറ്റർ. 6 സെക്കൻഡിൽ കാർ സഞ്ചരിച്ച ദൂരം 26 മീറ്റർ. 8 സെക്കൻഡിൽ കാർ സഞ്ചരിച്ച ദൂരം 44 മീറ്റർ. 10 സെക്കൻഡിൽ കാർ സഞ്ചരിച്ച ദൂരം 50 മീറ്റർ. എത്രയാണ്? 50 മീറ്റർ. ഓക്കെ, നമുക്കപ്പോൾ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാം. ഞാൻ ഗ്രാഫ് വരയ്ക്കുന്നു. ഞാൻ ആദ്യമായി y ആക്സിസ് വരച്ചു കഴിഞ്ഞു. ശേഷം ഞാൻ x ആക്സിസ് വരയ്ക്കാൻ പോവുകയാണ്. ആദ്യം y വരച്ചു, ശേഷം എന്ത് വരയ്ക്കാൻ പോവുകയാണ്? x ആക്സിസ് വരയ്ക്കാൻ പോവുകയാണ്. x വരച്ചു, y വരച്ചു. 0 അടയാളപ്പെടുത്തി. എന്ത് ഗ്രാഫാണ്? പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലയോ? അപ്പോൾ y ആക്സിസ് എന്തിനാ റെപ്രസെന്റ് ചെയ്യേണ്ടത്? ഓക്കെ, y റെപ്രസെന്റ് ദ പൊസിഷൻ. y റെപ്രസെന്റ് ദ പൊസിഷൻ ആൻഡ് ദ x റെപ്രസെന്റ് ടൈം. x റെപ്രസെന്റ് എന്തിനെ കാണിക്കുന്നു? ടൈമിനെ കാണിക്കുന്നു. ശ്രദ്ധിക്കുക, ടൈം നമുക്ക് എഴുതാം. 10 വരെ ഉണ്ട്. 0, 2, 4, 6, 8, 10. 2, 4, 6, 8, 10. ഓക്കെ, ഇനി പൊസിഷൻ 0, 5, 20, 26, 44, 50. അപ്പൊ നമുക്കിങ്ങനെ 0, 5, 20, 26, 44, 50 എഴുതാൻ പറ്റത്തില്ല. 0 മുതൽ 50 വരെ അടങ്ങണം. ഒന്നിൽ 2, 4, 6, 8, 50 വരെ എഴുതാം. അത് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ 10, 20, 30, 40, 50 വരെ എഴുതാം. 10നേക്കാൾ താഴെ വാല്യൂ ഉള്ളത് കൊണ്ട് അതും ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. തൽക്കാലം നമുക്ക് 5, 10, 50 വരെ എഴുതാം. ഓക്കെ, ആദ്യമായി ഫസ്റ്റ് കോളം ഞാൻ എഴുതുന്നു. 5, 10, 15, 20, 25, 30, 35, 40, 45, ഓക്കെ 50 എഴുതുന്നു. 5, 10, 15, 20, 25, 30, 35, 40, 45, 50. 45, 50. 0 സെക്കൻഡിൽ വസ്തുവിന്റെ പൊസിഷൻ എന്താണ്? 0 തന്നെയാണ്. 2 സെക്കൻഡിൽ വസ്തുവിന്റെ പൊസിഷൻ എന്താണ്? 5 മീറ്റർ. എത്രയാണ്? 5 മീറ്റർ. അപ്പൊ നോക്കുക, ഈ 2ൽ നിന്ന് പോകുന്ന ഹൊറിസോണ്ടൽ ലൈനും 5ൽ നിന്ന് പോകുന്ന ഹൊറിസോണ്ടൽ ലൈനും 2ൽ നിന്ന് വരുന്ന വെർട്ടിക്കലും എവിടെ മീറ്റ് ചെയ്യുന്നു? അതെ, ഈ ഒരു പോയിന്റ് മീറ്റ് ചെയ്യുന്നു. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. 4 സെക്കൻഡിൽ വസ്തുവിന്റെ പൊസിഷൻ 20 മീറ്റർ. എത്രയാണ്? അപ്പൊ 4ൽ നിന്ന് പോകുന്ന ലൈൻ 20 ഇവിടെ മീറ്റ് ചെയ്യുന്നു. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അപ്പൊ ആദ്യം ഇവിടെ 5 മീറ്ററിൽ പോയിന്റ് മാർക്ക് ചെയ്തു. 20 മീറ്ററിൽ എന്ത് മാർക്ക് ചെയ്തു? ഞാൻ പോയിന്റിനെ മാർക്ക് ചെയ്തു. അടുത്തയായിട്ട് 6 സെക്കൻഡിൽ 26. എത്രയാണ്? 6 സെക്കൻഡ് സമയത്ത് ഇത് 6 ആണ്. 6നെ കിട്ടി നമുക്കിവിടെ. ഇത് 25. 25നേക്കാൾ 25 ലൈൻ ഇങ്ങനെ പോവുകയാണ്. 25നേക്കാൾ കുറച്ച് മുകളിൽ നിൽക്കുള്ളൂ 26 എന്ന് പറയുന്നത്. അപ്പോൾ 6ൽ നിന്ന് വരുന്ന ലൈൻ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ മാർക്ക് ചെയ്യുന്നു. അത് 26 ആണ്. ഓക്കെ, 8ൽ 44. 8 സെക്കൻഡ് കൺസിഡർ ചെയ്യുന്നു. 44, 45 ഇവിടെ ഉണ്ട്. ഓക്കെ, ആ 45നെ കുറച്ച് താഴെ ഇവിടെ നമുക്ക് 44 എടുക്കാം. ഇതേപ്പോ 8, 44 ഇവിടെ 8 സെക്കൻഡ് 44 മീറ്റർ. ഓക്കെ, 10 സെക്കൻഡ് 50 മീറ്റർ. നോക്കുക, അതെ 10 സെക്കൻഡ് ഇവിടെ ഉണ്ട്. എത്ര മീറ്റർ? 50 മീറ്റർ. ഇവിടെ അതെ ഈ ഒരു പൊസിഷൻ നോക്കാം. ഞാൻ ഗ്രാഫ് വരയ്ക്കുകയാണ്. 0, 2 സെക്കൻഡിൽ 5 മീറ്റർ, 4 സെക്കൻഡിൽ 20 മീറ്റർ, 6 സെക്കൻഡിൽ 26 മീറ്റർ, 8 സെക്കൻഡിൽ 44 മീറ്റർ, 10 സെക്കൻഡിൽ 50 മീറ്റർ. ഈ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല. കാര്യം എന്താണ്? ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് സമമല്ല, അല്ലെങ്കിൽ യൂണിഫോം അല്ല. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് യൂണിഫോം വാല്യൂസ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ സമമല്ല, തുടർച്ചയായി അല്ലെങ്കിൽ കൃത്യമായി ആവർത്തിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന വാല്യൂസ് ആണെങ്കിൽ അത്തരം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. അത് യൂണിഫോം അല്ല എങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. അപ്പോൾ നോക്കുക, വാല്യൂസ് യൂണിഫോം ആണ്. നമ്മൾ ആദ്യം വരച്ച ഗ്രാഫ്, അവിടെ വാല്യൂസ് യൂണിഫോം ആകുന്നു എങ്കിൽ ആ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. വാല്യൂസ് യൂണിഫോം ആയില്ല എങ്കിലോ ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഗ്രാഫുകൾ വരയ്ക്കേണ്ടത്. ശ്രദ്ധിക്കുക, പാഠപുസ്തകത്തിൽ ഒരുപാട് ടേബിൾ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് വരച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, പാഠപുസ്തകത്തിലെ ടേബിൾ 2.6 ഏതാണ്? ടേബിൾ 2.6 മറ്റൊരു ഗ്രാഫ് വരയ്ക്കാനുണ്ട്.
ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ്. ഏത് ഗ്രാഫാണ്? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ആദ്യമായി y ആക്സിസ് വരച്ചു, ഞാൻ എക്സും വരച്ചു, എക്സും വൈയും വരച്ച ശേഷം ആ വാല്യൂസിനെടുത്ത് എഴുതുകയാണ്. ഓർക്കുക, അപ്പോൾ y എന്തിനെ കാണിക്കുന്നു? y വെലോസിറ്റിയെ കാണിക്കുന്നു, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. എക്സ് എന്തിനെ കാണിക്കുന്നു? ടൈമിനെ കാണിക്കുന്നു, യൂണിറ്റ് സെക്കൻഡ് ആകുന്നു. ഇതാണ് എന്ത്? 0. ടൈം പറയുന്നു 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ്. ഓക്കെ, 2, 4, 6, 8, 10. വെലോസിറ്റി പറയാം. 10 എന്ന വാല്യൂ മാത്രമേ ഉള്ളൂ. നമുക്ക് 5, 10 എടുക്കാം. 5, 10, 15, 20. 5, 10, 15, 20. 0 സെക്കൻഡിൽ വസ്തുവിന്റെ വെലോസിറ്റി എത്രയാണ്? 0 തന്നെയാണ്. 2 സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആകുന്നു. 4 സെക്കൻഡിൽ വസ്തുവിന്റെ വെലോസിറ്റി എത്രയാണ്? അതും 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 6 സെക്കൻഡിൽ വസ്തുവിന്റെ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. 8 സെക്കൻഡിൽ വസ്തുവിന്റെ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 10 സെക്കൻഡിൽ വസ്തുവിന്റെ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആണ്. ഗ്രാഫ് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഈ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് അല്ലേ? എന്തുകൊണ്ടാക്കാൻ? ഈ വാല്യൂസ് യൂണിഫോം അല്ലേ? അതുകൊണ്ട് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ്. അപ്പൊ പാഠപുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദി ഗ്രാഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ 2 and 8 സെക്കൻഡ്. ഈ ഗ്രാഫിൽ നിന്നും ഒരു വസ്തു 2 സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എത്ര, അല്ലെങ്കിൽ സ്ഥാനാന്തരം എത്ര എന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഓർക്കുക, ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. എന്ത് ഗ്രാഫാണ്? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അവർ പറഞ്ഞിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഫ്രം ദ ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം? ദ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് 2 and 8 സെക്കൻഡ്. 2 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിൽ ഒരു വസ്തു സഞ്ചരിച്ചുവെങ്കിൽ ആ വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്ര എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഇതെന്ത് ഗ്രാഫാണ്? ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. നമുക്കറിയാം വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. എന്താണ്? സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. സോ എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും ഇവിടെ? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. അപ്പൊ ഈ ഗ്രാഫ് എന്ത് ഗ്രാഫാണ്? ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട് വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും എന്തെന്ന് പറഞ്ഞത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ഇവിടെ 0 മുതൽ 10 സെക്കൻഡ് വരെ അതാണ് വെലോസിറ്റി. അപ്പൊ നമുക്ക് 2 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ശ്രദ്ധിക്കുക, ഞാൻ വെലോസിറ്റി അടയാളപ്പെടുത്താൻ വേണ്ടത് 2 നിന്നും 10ലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ഞാൻ 2ന് എ എന്ന പേര്, 2 സെക്കൻഡും 8 സെക്കൻഡുമാണ്. 2 സെക്കൻഡ് ഞാൻ എ എന്ന പേര് കൊടുക്കുന്നു. ഞാൻ ഈ ഭാഗത്തിന് ബി എന്ന പേര് കൊടുക്കുന്നു. 8 സെക്കൻഡ് വെലോസിറ്റി എത്രയാണ്? 10 അല്ലയോ? ഞാൻ ഇവിടെയും ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നു. ഞാൻ ഇവിടെ സി എന്ന പേര് കൊടുക്കുന്നു, ഇവിടെ ഞാൻ ഡി എന്ന് പേര് കൊടുക്കുന്നു. എന്തിനു വേണ്ടി ഈ 2 ലൈനുകൾ ഞാൻ വരച്ചത്? വെലോസിറ്റി കാണിക്കാൻ വേണ്ടിയാണ് വരച്ചത്. കാര്യം 2 സെക്കൻഡിൽ വസ്തുവിന്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 8 സെക്കൻഡിൽ വസ്തുവിന്റെ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് വരയ്ക്കുന്നു? ഞാൻ 2 ലൈനുകൾ വരച്ചു. സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ ഏതാണ് വെലോസിറ്റിയെ കാണിക്കുന്നത്, ഏതാണ് ടൈമിനെ കാണിക്കുന്നത്? നോക്കി, എ ടൈമിനെ കാണിക്കുന്നു. ഇവിടെ നോക്കി, ബി വെലോസിറ്റിയെ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് വെലോസിറ്റിയെ കാണിക്കാൻ വേണ്ടി എ ബി കൺസിഡർ ചെയ്തൂടെ?
ചെയ്യാലോ. ഞാൻ എഴുതുന്നു ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഏതാണ് വെലോസിറ്റി? എ ബി അല്ലേ വെലോസിറ്റി എന്ന് പറഞ്ഞത്? ആണോ? നോക്കുക, 0 നിന്ന് മുകളിലേക്കല്ലേ വെലോസിറ്റി കാണിക്കുന്നത്. അപ്പോൾ എ ബി ഈസ് ദ വെലോസിറ്റി. എ ബി ഈസ് ദ വെലോസിറ്റി ഇൻറ്റു ടൈം. ഏതാ ടൈമിനെ കാണിക്കുന്നത്? ഈ ലൈനല്ലേ ടൈമിനെ കാണിക്കുന്നത്. ഇത് എയും ഇതെന്തുമാണ്? ഡിയും അല്ലയോ? അപ്പൊ ടൈമിനെ കാണിക്കുന്നത് എന്താണ്? എ ഡി. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്നും ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? എ ബി ഇൻറ്റു എ ഡി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. എ ബി എങ്ങനെ വന്നു? എ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിന്റെ വെലോസിറ്റി, എ ഡി എന്ന് വെച്ച് കഴിഞ്ഞാലോ ഗ്രാഫിന്റെ ടൈം. കാര്യം ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട് നമുക്കറിയാം വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. ഇവിടെ എ ബി വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നു, എ ഡി എന്തിനെ കാണിക്കുന്നു? എ ഡി ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം, എ ബി ഇൻറ്റു എ ഡി. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും ഭാഗത്തേക്ക് കൺസിഡർ ചെയ്യുക. ഞാൻ വരച്ച എ ബി സി ഡി എന്ന് പറഞ്ഞ ഇത്രയും ഭാഗത്തെടുക്കുക. ഇതൊരു റെക്റ്റാങ്കിൾ ആയില്ലേ? ശ്രദ്ധിച്ചേ, ഇതൊരു ചതുരമായില്ലേ? ഒരു ചതുരത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? നമ്മൾ കണക്കിൽ പഠിച്ചിട്ടുണ്ടാകും. ഒരു ചതുരത്തിന്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് കാണുന്ന ഇക്വേഷൻ നീളം ഗുണം വീതി ആയിരിക്കും. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിരിക്കും. എന്തായിരിക്കും? നീളം ഗുണം വീതി ആയിരിക്കും. ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിളിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, എ ബി സി ഡി എന്ന് പറഞ്ഞ റെക്റ്റാങ്കിളിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു സൈഡ് എ ബിയും അടുത്ത സൈഡ് എന്തുമായിരിക്കും? എ ഡിയും ആയിരിക്കില്ലയോ? ആണോ അല്ലയോ? അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒരു ചതുർഭുജത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ചതുരത്തിന്റെ ഏരിയ അല്ലേ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വന്നത്. അപ്പൊ ഓർക്കുക, ഇവിടെ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ പരിഗണിച്ചു ഒരു വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചപ്പോൾ അവിടെ ഏരിയ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ വന്നത്? ആണോ അല്ലയോ? കാര്യം ഈ ചതുർഭുജത്തിന്റെ ഏരിയ, ഈ കോട്ടിലാറ്ററിന്റെ ഏരിയ എന്താണോ അതാണ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടും കണ്ടുപിടിച്ചത്. അപ്പോ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയാൻ പോവുകയാണ്. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി. എന്താണ്? ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി വിത്തിൻ എ ടൈം ഇന്റർവെൽ. എന്താണ്? ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി വിത്തിൻ എ ടൈം ഇന്റർവെൽ. The displacement of a body within a time interval. ടൈം ഇന്റർവൽ ആണ് 2 സെക്കൻഡും 8 സെക്കൻഡിനും. അപ്പോൾ 2 സെക്കൻഡും 8 സെക്കൻഡും എന്ന് പറയുന്ന ടൈം ഇന്റർവെലിന് ഇടയിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ പോർഷൻ. എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു, അത് തുല്യമാകുന്നു എന്തിന്? അത്രയും ഭാഗത്തിന്റെ ഏരിയക്ക് എന്താകുന്നു? തുല്യമാകുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ പോർഷൻ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫില് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്, ഒരു ഭാഗമാണ്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ഒരു പോർഷന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും പോർഷന്റെ ഏരിയക്ക് എന്തായിരിക്കും? ഏരിയക്ക് തുല്യമായിരിക്കും. അപ്പോൾ ദ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ദ ടൈം ഇന്റർവെൽ ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ പോർഷൻ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മറന്നു പോകരുത്, ഒരിക്കലും മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് നമുക്കുള്ളത് ഇതിന്റെ നമ്മുടെ കുറച്ച് ഗ്രാഫുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡെറിവേഷൻസും കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കണക്കുകളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്ത് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.